മലപ്പുറം കൊട്ടപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. കൊണ്ടോട്ടി സ്വദേശി സക്കറിയുടെ മകൻ മുഹമ്മദ് ലബീബിനാണ് മർദ്ദനമേറ്റത്. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാത്തതിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. മോളത്തെ ബട്ടൺസ് ഇടാനിട്ട് അടിച്ച് ബാത്റൂം കൊണ്ടുപോയി ക്ലാസ്സിൽ നിന്ന് ഇൻട്രോയിൽ ചെയ്തതിന് അവിടുന്ന് മോൾക്ക് ബാത്റൂമിൽ കൊണ്ടുപോയി അവിടെ അടിച്ച് 4 കുട്ടികളുണ്ടായി. ഒരാളുടെ തല്ലാൻ 5 കുട്ടികൾ ബാഗിൽ നിന്ന് ബാത്റൂമിൽ കയറിയതിന് ബാഗിൽ നിന്ന് നിന്നപ്പത്തിന് ഓലിനെ അടിച്ച് 4 അടിച്ചത് കൊടുക്കിടാത്തതിന്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, റാഗിംഗ് എന്ന രീതിയിൽ ആ പരിധിയിൽ വരുന്നതാണോ ഈ സംഭവം? പ്രാഥമികമായി നമുക്ക് ആ രീതിയിൽ തന്നെ എടുക്കാം. അങ്ങനെ എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കേസോ ഒക്കെ ആയി ഇത് മാറുന്നുണ്ടോ വിപിൻ? അതെ, ആ രീതിക്ക് തന്നെ പറയാം പ്രജിൻ. ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ ലബീബിനെ ഏറ്റിരിക്കുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നൊരു രാവിലെ 10:30 കൂടി സ്കൂളിലേക്ക് എത്തിയ ലബീബിനെ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥി ഏകദേശം ഇപ്പോൾ അടുത്താണ് ഈ സ്കൂളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവിടെ ഉള്ളവർ തന്നെ പറയുന്നത്. അങ്ങനെ എത്തിയതിനു ശേഷം ഇപ്പോൾ മുഖത്തേക്കാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ബട്ടൺസ് മുകളിൽ ഷർട്ടിന്റെ മുകളിലെ ബട്ടൺസ് ഇടരുത് എന്നുള്ള ഒരു വാർണിംഗ് ഒക്കെ ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ 10ാം ക്ലാസ്സിലുള്ള ഈ കുട്ടി കൊടുത്തിരുന്നു. ഇപ്പോൾ അത് പാലിക്കാതെ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലബീബിനെ മർദ്ദിച്ചിരിക്കുന്നത്. ബാത്റൂമിൽ കൊണ്ടുപോയി മുഖത്താണ് ഇടിച്ചിരിക്കുന്നത്. ആ ഇടിയിൽ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി വേണം എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഫറോക്കിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ചുണ്ടിൻ്റെ ഭാഗത്താണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ മുഖത്ത് കുത്തിയതിനാൽ ചുണ്ടിൻ്റെ ഭാഗത്താണ് പരിക്കേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്റ്റിച്ചിട്ടാൽ പോരാ, അത് പ്ലാസ്റ്റിക് സർജറി നടത്തണം എന്നുള്ള ആണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അത്ര വലിയ മർദ്ദനമാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിലവിൽ പരാതി കൊടുത്തിട്ടില്ല, അതിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ മുടി ചെയ്യാതെ വരിക, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺ ഇടരുത്, ഇങ്ങനെ ഓരോ ആജ്ഞാപനം കൊടുക്കുന്നു, പിന്നീട് അത് ഇതുപോലെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളൊക്കെ തന്നെ പരാതിയായി ഇപ്പോൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. പ്രജിത്ത് വിജയനാണ് മലപ്പുറത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.